ഹായ്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുന്ന ഭാഗം മേ ബി വെഞ്ചുറി മീറ്റർ അല്ലെങ്കിൽ ടോറി സെല്ലിലോ ഓപ്പൺ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന വെലോസിറ്റി, അതുപോലെ അതിൻ്റെ റേഞ്ച്, ഇത്തരം കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. നമ്മൾ ബ്ലഡ് ഫ്ലോയും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ കാണിക്കുന്നത് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരു വെസലാണ്. ദാറ്റ് മീൻസ് ഒരു ആർട്ടറിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മേ ബി അത് ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡാകാം, അല്ലെങ്കിൽ ഷുഗറുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ഫുഡാകാം. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ ആർട്ടറിയുടെ വാളുകളിൽ, ഇന്നർ വാളിൽ പ്ലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന ഈ പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അവിടെ കുറയുന്നു. ഏരിയ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ വെലോസിറ്റി കൂടും. കാരണം നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. സോ ഇതിലൂടെ പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ വെലോസിറ്റി അപ്പോൾ കൂടിയിട്ടുണ്ടാകും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന ഈ പൈപ്പിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയും. ബിക്കോസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയുന്നതായിരിക്കും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ, അതായത് ബ്ലഡ് കൊണ്ടുപോകുന്ന ഈ പൈപ്പിൻ്റെ ഉള്ളിൽ പ്രഷർ കുറയുകയും എക്സ്റ്റേണൽ പ്രഷർ കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ പുറമേയുള്ള പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ പൈപ്പിലേക്ക് അവർ ഒരു പ്രഷർ ചെലുത്തുകയും ഒരു ഫോഴ്സ് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇത് ഓൾറെഡി നാരോ ആണ്, അത് ഒന്നുകൂടി നാരോ ആയിട്ട് മാറും. അങ്ങനെ ഇതിലൂടെ ബ്ലഡിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും അത് പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബയോളജിയിലും നമ്മൾ ഫിസിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതുപോലുള്ള ബെർണോളിസ് പ്രിൻസിപ്പിൾ ആവട്ടെ, മറ്റ് കൺസെപ്റ്റ് ആവട്ടെ, വളരെയധികം നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.